പാലക്കാട് ബി.ജെ.പിയിൽ വീണ്ടും പൊട്ടിത്തെറി. ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ ബി.ജെ.പി വിട്ടു. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ 5-ന് ചേരുന്ന പൊതുയോഗത്തിൽ സുരേന്ദ്രനും സംഘവും വികസന മുന്നണിയിൽ ചേരും. വിവരങ്ങളുമായി അഭിജിത്ത് ചേരുകയാണ്. അഭിജിത്ത്, വലിയ തരത്തിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും മുൻപും വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ, വലിയ തരത്തിലുള്ള പടലപ്പിണക്കങ്ങൾ ബി.ജെ.പിയിൽ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അവിടുത്തെ നേതൃത്വത്തിനെതിരെ, സംസ്ഥാന നേതൃത്വത്തിനെതിരെ തന്നെ ചില ആരോപണങ്ങൾ ഉന്നയിച്ച് നേരത്തെ തന്നെ പലരും പാർട്ടി വിടുകയും ചെയ്തു. എന്താണ് നിലവിലെ സാഹചര്യം? ആരൊക്കെയുണ്ട് ഈ പുതിയ സംഘത്തിൽ ബി.ജെ.പി വിടുന്നവരിൽ? സിജു, പാലക്കാട് ബി.ജെ.പിയിൽ വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. ബി.ജെ.പി ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂരും അദ്ദേഹത്തിനോടൊപ്പം 100ഓളം പ്രവർത്തകരും ആണ് എ.വി. ഗോപിനാഥിന്റെ വികസന മുന്നണിയിലേക്ക് ചേക്കേറുന്നത്. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ മറ്റന്നാൾ ചേരുന്ന പൊതുയോഗത്തിൽ വെച്ച് ഇവർ അദ്ദേഹത്തിന്റെ വികസന മുന്നണിയിലേക്ക് ചേരുന്നതാണ്. പാലക്കാട് ലോക്സഭ ഇലക്ഷന് ശേഷവും നിയമസഭ ഇലക്ഷന് ശേഷവും ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും പാലക്കാട് ജില്ലയിൽ ബി.ജെ.പിക്ക് വൻ തിരിച്ചടിയാണ് നേരിട്ടത്. ഉപതെരഞ്ഞെടുപ്പിന് അവർക്ക് കൃത്യമായ വോട്ടുകൾ അവരുടെ വോട്ട് ബാങ്കുകളിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. ഇതിനു ശേഷമാണ് ബി.ജെ.പിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ അടക്കമുള്ളവർ വിട്ടുപോകുന്നത്. സിജു, അഭിജിത്ത്, സുരേന്ദ്രൻ തരൂർ പ്രധാനമായി ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? എന്തുകൊണ്ട് ബി.ജെ.പി വിടുന്നു? ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് കെ.എം. ഹരിദാസിനെതിരെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ആരോപണം. അദ്ദേഹത്തിന് ബി.ജെ.പിയുടെ പാർട്ടിയുടെ ഉന്നമനമല്ല, മറ്റു പല കാര്യങ്ങളുമാണ് പ്രധാനമായും അവർ ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് മുൻതൂക്കം എന്നാണ് ജില്ലാ കമ്മിറ്റി അംഗമായ സുരേന്ദ്രൻ തരൂർ ഇപ്പോൾ ആരോപിക്കുന്നത്.